Hi friends, story magic first kiss, idol boy and forced marriage. ഓക്കെ, നമുക്ക് ജിമിൻ ഒരു ഐഡലാണ്. നമ്മൾ ഹീറോയി ഒരു റിച്ച് ഗേൾ. അതുപോലത്തുള്ള ഹീറോയ്ക്ക് ഒരു കമ്പനിയുണ്ട്. ഹീറോയി ഒരു കമ്പനി വെച്ച് റൺ ചെയ്യുക. ഫാഷൻ ഡിസൈൻ കമ്പനി വെച്ച് ഹീറോയെ റൺ ചെയ്യുക. ഹീറോയി റിച്ച് ആണ്. ഹീറോയ്ക്ക് ചേട്ടനുണ്ട്. അത് ട്വിൻസാണ്. അർജുനാണ്. അതെ, ഫസ്റ്റ് ജനിച്ച അർജുൻ. രണ്ടുപേർ ട്വിൻസ്. രണ്ടുപേർക്ക് 25 വയസ്സായി. അതെ, അർജുൻ പിന്നെ ആദി ട്രിപ്പിൾസ് ആണ്. ട്വിൻസ് അല്ല, ട്രിപ്പിൾസ് ആണ്. 3 പേരുണ്ട് ടോട്ടൽ. ഹീറോയുടെ അമ്മ വഴക്ക് പറയായിരുന്നു, നിങ്ങൾ 3 പേർ ഫ്രീ ആയി 3 പേർ റിച്ച് ആയതുകൊണ്ട് എന്ത് ചെയ്യുക. ഹീറോയുടെ ഫസ്റ്റ് ചേട്ടൻ പറഞ്ഞ അർജുൻ പറഞ്ഞ ഒരു ആക്ടർ, ആദി പറഞ്ഞ ഒരു ഡോക്ടർ, ഹീറോയി പറഞ്ഞ ഒരു ഡ്രസ് ഫാഷൻ കമ്പനി വെച്ച് റൺ ചെയ്യുക. ഹീറോയി പറയായിരുന്നു, ഇവരെ വെച്ച് എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് ഹീറോയെ വഴക്കുണ്ടാക്കായിരുന്നു. ഇത് കേട്ട അമ്മക്ക് ടെൻഷനായിരുന്നു. നിങ്ങൾ 3 പേര് വെച്ച് ഞാൻ എന്ത് ചെയ്യുക എന്ന് അമ്മ വഴക്ക് പറയായിരുന്നു. 3 പേരെ കല്യാണം കഴിച്ച് കൊടുക്കാൻ പറഞ്ഞാൽ എനിക്ക് എന്തൊരു കഷ്ടം എന്ന് അമ്മ വഴക്ക് പറയായിരുന്നു. എൻ്റെ പ്രിയൊക്കെ ടെൻഷനായിരുന്നു. അർജുൻ പറയായിരുന്നു, അമ്മ എന്തിനു വഴക്കുണ്ടാക്കണേ. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ അച്ഛൻ വന്നായിരുന്നു. അപ്പാ എന്തൊരു ടെൻഷനാ എന്ന് പറഞ്ഞ അച്ഛൻ ടെൻഷനായിട്ട് വന്നിരുന്നായിരുന്നു. എന്തോ പറ്റി? കോടതി ജഡ്ജിക്ക് എന്ത് പറ്റി? ഹീറോയിൻ്റെ അച്ഛൻ പറഞ്ഞ ഒരു കോടതിയുടെ ജഡ്ജായിരുന്നു. ആ ജഡ്ജ് പോയ എന്ത് കാര്യമില്ല എന്ന് പറഞ്ഞ അച്ഛൻ ടെൻഷൻ വന്നിരുന്നായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് അനിയനും അനിയത്തിയും ഉണ്ടായിരുന്നു. അങ്ങനെ അനിയനും അനിയത്തി വന്നിരുന്നു. ചേച്ചി എന്ന് പറഞ്ഞ ഹാക്ക് ചെയ്തിരുന്നു. എന്താ രണ്ടുപേരെന്താ വന്ന? ഓ ചേച്ചി, കോളേജിൽ ഭയങ്കര ടെൻഷനാ എന്ന് പറയായിരുന്നു. ഗേൾ പറയായിരുന്നു, ചേച്ചി എന്താ പറയുന്നത് ചെയ്തിട്ടുണ്ടോ എന്ന് പറയുന്നത്. ഗേൾ പറഞ്ഞാൽ ലോയർ പഠിക്കാനാണ് ഡാഡി മതി. ഹീറോയിൻ്റെ അനിയത്തി പറഞ്ഞാൽ ലോയർ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാന്. ഡാഡി മതി, എനിക്ക് കോടതിക്ക് പോകണം എന്ന് ഗേൾ എന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയി പറയായിരുന്നു അനിയത്തിനോട്, എടീ എന്താ ചേച്ചി, എടീ നീ എന്താ പ്ലാൻ വെച്ചിട്ടുണ്ടോ? അത് എന്താ ചേച്ചി പറയുന്നത്? പറയണേക്ക് അമ്മു. എന്താ പ്ലാൻ? അമ്മു എന്ത് വിളിക്കുകയാണ് ഹീറോയിൻ അനിയത്തിനെ. അമ്മു പറയാ, ചേച്ചി ഞാൻ ഡാഡി മതി ലോയറെ പഠിക്കാൻ പോവാ എന്ന് അനിയത്തി പറയായിരുന്നു. അനിയന് പറയായിരുന്നു. ഫസ്റ്റ് പറഞ്ഞ അനിയനാ, ലാസ്റ്റ് അനിയത്തി. എന്താണ് നീ പഠിക്കുന്നതെന്ന്? 2 ട്വിൻസാണ്. അങ്ങനെയായിട്ട് അനിയൻ പറയായിരുന്നു, ഞാൻ ബിസിനസ് പഠിക്കാം എന്ന് പറയുന്നത്. ഹീറോ ചിരിക്കാതെ, ബിസിനസ്സാ? അതെ ചേച്ചി എന്ത് വെച്ച് പോയി? ഞാൻ ബിസിനസ് ചെയ്യാൻ പോവാം ചേച്ചി എന്ന് പറയുന്നത്. ഹീറോയിൻ്റെ അനിയൻ പറഞ്ഞ ഭയങ്കര ഹാക്കറാണ്. ഹാക്കിങ് ഭയങ്കര പഠിക്കും. അതുമാത്രമല്ല ഗെയിംസ് ഭയങ്കര ഇഷ്ടം. ഗെയിംസ് നിറയെ ആപ്പെല്ലാം ഉണ്ടാക്കാൻ പറ്റും. അതുമാത്രമല്ല ബിസിനസ് പഠിക്കുന്നതാണ്. അതുമാത്രമല്ല ടാലൻ്റ് ഉള്ളതാണ്. ശരിടാ, ഞാൻ പോവാ ചേച്ചി എന്ന് പറയുന്നത്. അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ട്സെല്ലാം വന്നായിരുന്നു. അങ്ങനെ ഹീറോ ചിരിച്ച് സംസാരിക്കാൻ എല്ലാവരും ഒക്കത്തെയാണ് പഠിച്ചത് 3 പേര്. അങ്ങനെയായിട്ട് പറയായിരുന്നു. അങ്ങനെയായിട്ട് അമ്മ പറയായിരുന്നു, വോയിസ് കേൾക്കായിരുന്നു ഹീറോയിൻ. എന്നായിട്ട് ഹീറോയിൻ്റെ ഫ്രണ്ട് പറയായിരുന്നു, അനു പറയായിരുന്നു, മച്ചി എൻ്റെ അനിയത്തി വന്നിട്ട് പീരിയസ് പറയാ ഭയങ്കര ടോർച്ചർ അടി എന്നിട്ട് ഹീറോയിൻ്റെ ഫ്രണ്ട് അനു പറയുന്നതായിട്ട് ഹീറോയിൻ ഷോക്കായിരുന്നു. എന്താണ് അനു പറയുന്നത്? അതേ മച്ചി, ഭയങ്കര ടോർച്ചറായി വരെ വെച്ച് എന്താ ചെയ്യുക എന്ന് പറയുന്നു. അനു പറയുന്നു, വാടി ഇപ്പം നോക്കാം, ഇവർ പീറ്റർ സോങ് വെച്ചിട്ട് ഇപ്പം പാട്ടിൽ കേൾക്കില്ല, വാ നോക്ക്. എൻ്റെ ഹീറോയുടെ ഫ്രണ്ട്സ് അനു ഫസ്റ്റ് ഡോർ തുറന്നു നോക്കി. അനു പറയുന്നു, എൻ്റെ അനിയത്തി നോക്കൂ, ഇങ്ങനെ മിനിനെ നോക്ക് എന്ന് പറയാണ്. ഹീറോയിൻ നോക്കിയായിരുന്നു മിനിനെ. ലാ 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 ഇവളെ മിനിയെന്ന് വിളിക്കാം. എന്നോട് മിനിയെന്ന് വിളിക്കായിരുന്നു. മിനിയെ വിളിക്കാം. പിന്നെ ഹീറോയിൻ്റെ ഫ്രണ്ടിനെ അനുവിൻ്റെ അനിയത്തി നോക്കാം മിനിനെ. മിനി ജെ ഹോപ്പ് പറയായിരുന്നു. ഇവ ജെ ഹോപ്പ് ഇറ്റ് കയറ്റി. ഇപ്പം നോക്കാം. പൂജ നോക്കായിരുന്നു. ജങ്കൂക്ക് എന്ന് പറയായിരുന്നു. ഹീറോയിൻ എൻ്റെ അനിയൻ നോക്കാം എന്ന് പറഞ്ഞു. ഹീറോയിൻ അനിയനെ നോക്കായിരുന്നു. ജേമിൻ എന്താടി ഇത്? ഹീറോയുടെ ഫ്രണ്ട്സൊക്കെ ഷോക്ക്. എന്താടി നിൻ്റെ അനിയനിക്കത് ലൂസാ? എൻ്റെ എനിക്ക് ലൂസാ. ഇവർക്ക് ജിമ്മിന് പറഞ്ഞ ഭയങ്കര ഇഷ്ടമാണടി.
അതുകൊണ്ട് എല്ലാവരും പിടിക്കും, കൂടെ ജിമ്മിന് പിടിക്കുമോ എന്താ എനിക്കും കൂടെ അറിയില്ലടി എന്ന് ഹീറോ തലക്കൈ വെച്ച് പറയായിരുന്നു. ആ എൻ്റെ അനിയത്തി നോക്ക്, ബുക്ക് പറ്റിക്കരുത്തി, ബുക്കേ പഠിക്കുക, അവൾക്ക് എൻ്റർടൈൻമെൻറ്റ് എന്ന് വെച്ചില്ല, ആറമ്മനെ പിടിക്കും അവൾക്ക് എന്ന് ഹീറോ ചിരിച്ചിട്ട് പറയായിരുന്നു. ഒരിക്കലും പി ടി എസ് ഉമ്മർ കാണാൻ ഭയങ്കര ആഗ്രഹം ഇവർക്ക്. പിന്നെ ഹീറോ ചിരിച്ചിട്ട് പറയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോ പറയായിരുന്നു, ശരി ശരി നമുക്ക് ബിസിനസ് നോക്കിക്കാളാം എന്ന് പറയായിരുന്നു. അങ്ങനെ ഹീറോയുടെ ഫ്രണ്ട് അനിയത്തിയും പിന്നെ അനിയനും ഭയങ്കര രീതിയിൽ സന്തോഷത്തിൽ അവരുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് അവർ കോളേജിൽ പോയിരുന്നു. അങ്ങനെ അവർ കോളേജ് പഠിക്കുന്നതാണ്, സെക്കൻഡ് ഇയറാണ് പഠിക്കുന്നത്. രണ്ടുപേരും പറയായിരുന്നു, അതെ അതെ ഞാൻ പറഞ്ഞിട്ട് കാര്യമായിട്ട് അവർ രണ്ടുപേരും ഇങ്ങനെ കുസു പറയായിരുന്നു. ശരി ശരി എന്ന് പറഞ്ഞായിരുന്നു. അതിലവർ പറയായിരുന്നു, അനുവിൻ്റെ അനിയത്തി പറയായിരുന്നു ഹീറോയിൻ്റെ അനിയൻ്റോട്, പറഞ്ഞു കേട്ടോടാ, ഇത് എന്താടാ പറഞ്ഞു, എടാ പി ടി എസ്മാറിൻ്റെ സോങ്ങിൻ്റെ ഇത് അവർ വരാൻ പോവാ ഇന്ത്യക്ക് എന്ന് പറയുന്നു. എൻ്റെ റിയലോ? അതെ റിയൽ അവർ ഇന്ത്യക്ക് വരാം. എവിടേക്കാണ് വരുന്നത്? നാടെന്ന കാര്യം പറയായിരുന്നു. ശരി ശരി പ്ലാൻ ചെയ്യാം. അങ്ങനെയായിട്ട് എല്ലാവരും അവർ പോയി ചേച്ചിയുടെ പണം കേൾക്ക് പോവാം. ഞങ്ങളെ ചേച്ചി അപ്പോൾ ഫസ്റ്റ് അനുവിൻ്റെ വീട്ടിൽ നോക്കാം. അനു അവിടെ ഭയങ്കര ടയർഡായിപ്പോയി എന്ന് പറഞ്ഞ് അനു വന്നിരുന്നായിരുന്നു. അനു പറഞ്ഞ ഫാഷൻ ഡിസൈന് ഹീറോയ്ക്കോട് ജോയിൻ ചെയ്ത് രണ്ടുപേരും ഹീറോയുടെ കമ്പനിയിലാണ് ജോയിൻ ചെയ്തത്. അപ്പാ ടയർഡായി ചേച്ചി എന്ന് പറഞ്ഞു അനുവിൻ്റെ അനിയത്തി വന്നായിരുന്നു. എന്താ തിമിനി? ചേച്ചി എനിക്ക് പണം വേണം, അത് കോൺസ്റ്റർ പീറ്റേഴ്സ് മെമ്പേഴ്സ് വന്നിരുന്നു, എനിക്ക് പണം വേണം. ഇല്ല പോ പാടി പോ എന്ന് കയറിയാൻ തുടങ്ങിയായിരുന്നു. അയ്യോ ഛേ, തരാ പണം, എത്ര വേണം? എന്നാ എസ്തർ വെച്ചോ. താങ്ക് യു ചേച്ചി, ലവ് യു ടു പോ എന്ന് പറഞ്ഞ ഹീറോയിൻ്റെ ഫ്രണ്ട് അനു ടെൻഷൻ അയച്ചായിരുന്നു. അമ്മ വന്നായിരുന്നു. അനു പറയായിരുന്നു, അമ്മ എന്തമ്മ? അനു അത് എന്ന് പറഞ്ഞു. അമ്മ എന്താ നിങ്ങൾക്ക് ചിലവൊക്കെ വേണ്ട മോള, അത് ഇല്ല അമ്മ ഇത് ചിലവൊക്കെ ഇടിയിട്ടാ പണം എന്നാ വെച്ചോ എന്ന് പറഞ്ഞ് അനു അവിടുന്ന് വെളിയിൽ പോയിരുന്നു. ഇപ്പോൾ നമുക്ക് പൂജ വീട് വെക്കാം. ചേച്ചി പ്ലീസ് പറഞ്ഞേക്ക് പ്ലീസ് ചേച്ചി, എനിക്ക് പണം വേണോ, എന്നാ വെച്ചോ പോയിടുന്ന് എല്ലാം ടെൻഷൻ ചെയ്യാം എന്ന് പറയും.